എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് മുഹമ്മദ് റിയാസിൻ്റെ, അതായത് പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ്റെ ഭർത്താവായിട്ടുള്ള മുൻ പൊതുമരാമത്ത് മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസിൻ്റെ വീട്ടിലും സഹപ്രവർത്തകരായ 8 പേരുടെ വീട്ടിലും ED റെയ്ഡ് നടത്തി ഇന്നലെ. അത് തുടരുകയാണ്. മനസ്സിലാകാത്തൊരു കേസ്, ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ധനകാര്യ വകുപ്പിൻ്റെ, കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിൻ്റെ ഒരു സ്വതന്ത്ര സംവിധാനമാണ്. എങ്കിലും സർക്കാരിന് കുറേ സ്വാധീനിക്കാം, BJP ഗവൺമെൻറ്റിന് കുറച്ച് സ്വാധീനിക്കാം, എങ്കിലും ഒരു ആൾമോസ്റ്റ് ഒരു സ്വതന്ത്ര സംവിധാനം. ഈ സംവിധാനം എത്ര കണ്ട് റിസൾട്ട് ഓറിയൻറ്റഡ് ആണ് എന്നുള്ളതിനെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണ്. അവരിങ്ങ് വരും, വേണ്ട ബഹളം ഉണ്ടാക്കും, കുറേ ആളുകളെ കാണിക്കും, റെയ്ഡ് നടത്തും, 23 സ്ഥലത്ത് 30 സ്ഥലത്ത് എന്നൊക്കെ പറഞ്ഞ് ഒന്നിച്ച് വേണ്ട ബഹളം നടത്തും, പിന്നെ സൈലൻ്റ് ആവും, പിന്നെ റിപ്പോർട്ട് കൊടുക്കും, പിന്നെ അങ്ങോട്ട് വിളിക്കും ഇങ്ങോട്ട് വിളിക്കും. ഇവരുടെ ഈ CBI പോലുള്ള ഒരു കുറ്റാന്വേഷണ രീതി അല്ല പലപ്പോഴും ഇവർക്കുള്ള. CBI കുറച്ചുകൂടി കറക്റ്റായിട്ട് റിസൾട്ട് ഓറിയൻറ്റഡ് ആണ്. ഇവർ പലപ്പോഴും റിസൾട്ട് ഓറിയൻറ്റഡ് അല്ല എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. ഒന്ന് ലാഗിങ്, വല്ലാതെ ലാഗ് ചെയ്യും, ഡിസിഷനാക്കുക. ഇപ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ ശിക്ഷിക്കപ്പെടേണ്ട കാര്യമുള്ളൂ. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പൊളിറ്റിക്കൽ വേട്ടയുടെ കാര്യമില്ലല്ലോ. ഇന്ത്യയിൽ ED, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പല കേസുകളിലും ചെന്നുപെട്ടിട്ട് പൊളിറ്റിക്കൽ കോൺട്രവേഴ്സിയിലോട്ട് പോയിട്ടുണ്ട്. അത് ഒഴിവാക്കാൻ അവരുടെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ഒരു ഒബ്സർവേഷനാണ്. നമ്മളാരെയും കുറ്റം പറയാൻ, ED കുറ്റം പറയാനല്ല ഈ വീഡിയോ. പക്ഷേ എന്തുകൊണ്ടോ EDയുടെ ആ പ്രൊഫഷണൽ അപ്രോച്ചിൽ, സ്റ്റൈൽ ഓഫ് ഫങ്ഷനിങ്ങിൽ ഒരു വ്യത്യാസം വരേണ്ടിയിരിക്കുന്നു. പൊളിറ്റിക്കലായിട്ടുള്ള ആളുകളെയൊക്കെ അഡ്രസ്സ് ചെയ്യുമ്പോൾ പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാകണം. കാരണം അവർക്കൊരു പൊളിറ്റിക്കൽ കരിയറുണ്ട്, അവർക്കൊരു ഇമേജ് ഉണ്ട്, അതെല്ലാം പ്രധാനമാണല്ലോ, അതും പ്രധാനമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ പൊളിറ്റിക്കൽ കേസുകളൊക്കെ പല രൂപത്തിലാണ് പോകുന്നത്. അതിൻ്റെ താളാത്മകത വളരെ വലിയ രൂപത്തിലാണ്. നേരത്തെ 23 സ്ഥലങ്ങളിൽ റെയ്ഡ് ചെയ്തു, പിന്നെ 8 സ്ഥലങ്ങളിൽ റെയ്ഡ് ചെയ്യുന്നു, പിന്നെ ഇങ്ങനെ പല രൂപത്തിലാണ് റെയ്ഡ് പോകുന്നത്. 23 സ്ഥലങ്ങൾ റെയ്ഡ് ചെയ്തത് ശബരിമലയായി ബന്ധപ്പെടുത്തിയിട്ടാണ്. ഇതിൽ നേരത്തെ തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷനിലുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ വീട് റെയ്ഡ് ചെയ്യുന്നു. എവിടെ റെയ്ഡ് ചെയ്യുന്നു? അവിടെ പിന്നെ കോഴിക്കോട് ഗ്രേസ്, മുഹമ്മദ് റിയാസ് താമസിക്കുന്ന ഗ്രേസ് റെയ്ഡ് ചെയ്യുന്നു. വീണ വിജയൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്യുന്നു. ഇങ്ങനെ ഇതൊരു ഒരു ഒരു പിള്ളേർ കളി പോലെ, മറ്റുള്ളവർക്ക് പറഞ്ഞ് തമാശ കളിക്കാൻ പറ്റുന്നൊരു സാധനം പോലെ പലപ്പോഴും ട്രോളുകൾ വാങ്ങുന്നൊരു സംവിധാനമായി നിൽക്കുകയാണ്. ഇതൊരു സീരിയസ് ആയിട്ടുള്ള, റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള, തെറ്റ് ചെയ്തു തെറ്റ് ചെയ്തില്ല, തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷിക്കപ്പെടുക, തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വെറുതെ വിടുക, ആ നിലയിലുള്ള ഒരു കൺസോളിഡേഷൻ ഇന്ത്യയിൽ ED നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, നടത്തുന്നില്ല എന്നുള്ള അഭിപ്രായമല്ല ഞാൻ പറയുന്നത്. നടത്തുന്നില്ലെങ്കിൽ അത് ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരില്ലെന്ന് പറഞ്ഞ പോലെ കൂട്ടിലടച്ച തത്തയാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ അല്ല എങ്കിൽ കുറേ കൂടി സർവതന്ത്ര സ്വതന്ത്രമായി, ടൈം ബൗണ്ടായി കാര്യങ്ങൾ നോക്കി X or Y ഉണ്ട് ഇല്ല എന്ന് പറയുന്ന രീതിയിലേക്ക്. കാരണം ഒരു തെളിവെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ ദിവസങ്ങളോളം യാതൊന്നുമില്ല, മാസങ്ങളോളം ഇല്ല, പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ ED വരുന്നു എന്ന് പറയും. മറ്റേ തൂഫാൻ വരുന്ന പോലെ എന്നാണ്, ED വരുന്നു, വന്നതിനേക്കാൾ മല പോലെ വരും, എലി പോലെ പോകും. അപ്പം പിന്നെ അല്ലാത്ത രീതിയിലേക്ക്. അപ്പോൾ എലി പോലെ വന്ന് എലി പോലെ പോകാം, മല പോലെ വന്ന് മല പോലെയും പോകാം. മല പോലെ വന്ന് എലി പോലെ പോയാൽ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ഇങ്ങോട്ട് വന്ന് ഇല്ലാത്ത കുറ്റങ്ങളെല്ലാം ആരെങ്കിലും മണ്ടയിൽ വച്ച് വീണ വിജയനെയും മുഹമ്മദ് റിയാസിനെയും പറ്റുമെങ്കിൽ പിണറായി വിജയനെയൊക്കെ അകത്താക്കി, അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു സ്ട്രാറ്റജിയേ പാടില്ല. പൊളിറ്റിക്കലായിട്ടുള്ള കേസുകൾ അന്വേഷിക്കുമ്പോൾ, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ മോട്ടീവായിട്ടുള്ള പൊളിറ്റിക്കൽ പേഴ്സൺസ് വരുന്ന കേസുകൾ അന്വേഷിക്കുമ്പോൾ കുറേ കൂടി വിജിലൻ്റായി ശ്രദ്ധിച്ച് കേസുകൾ നോക്കണം. ഇപ്പോൾ തന്നെ 8 പേരെ വീട്ടിൽ റെയ്ഡ് നടത്തിയെന്ന് പറയുന്നു. അവരുടെ സുഹൃത്തുക്കളുടെ വീട്ടിലായിരിക്കും. എന്തെങ്കിലുമൊക്കെ പ്രൂഫും തെളിവും കിട്ടുകയാണെങ്കിൽ പോകും. തമാശ എന്താണെന്ന് പറഞ്ഞാൽ 1.5 കോടി 2 കോടി രൂപയ്ക്കകത്തുള്ള കളിക്കാണിത് 1000 കോടിയുടെ അന്വേഷണം നടക്കുന്നത്. വലിയ അന്വേഷണമാണ് നടക്കുന്നത്. എന്തായാലും അന്വേഷണം നടക്കട്ടെ, EDയുടെ നിഗമനങ്ങൾ പുറത്തു വരട്ടെ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ. പക്ഷേ അതിൻ്റെ പേരിൽ പൊളിറ്റിക്കൽ വേട്ടയാടലുകളും ക്രൂരതകളും ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. കാരണം നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റത്തെ ഡീസ്റ്റെബിലൈസ് ചെയ്യുന്ന അത് അപ്പൊളിറ്റിക്കലാക്കുന്നത്, അല്ലെങ്കിൽ അരാഷ്ട്രീയമാക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കേണ്ടെന്നോ പിടിക്കേണ്ടെന്നോ